അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുമുസ് കൊടുക്കുക എന്നുള്ളത് മതത്തിൻ്റെ ഒരു ഭാഗം ആകുന്നു. അദാഇൽ ഖുമുസി മിനദ്ദീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ റാബിയ ഗോത്രത്തിൽ നിന്നുള്ളവരാകുന്നു. കുറച്ച് അക്രമകാരികൾ മുദർ ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. അവർ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനോ ആ നാടുകളുടെ ഇടയിലുള്ള യാത്ര ഇവരൊക്കെ തടയുകയോ പിടിച്ചു പറിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശുദ്ധമായ മാസങ്ങളിൽ ഒഴികെ ഇങ്ങോട്ട് വരാനോ നിങ്ങളിലേക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അവിടെ 4 മാസം വിശുദ്ധമായ മാസങ്ങളാണ്. അറബികൾ അത് അംഗീകരിച്ചിരുന്നു. ഇസ്ലാമിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്ത് ആരും ആരെയും ആക്രമിക്കില്ല. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവ് തന്നാലും അത് ഞങ്ങൾ ഞങ്ങളുടെ മേലിൽ നടത്തിക്കോളാം. അതുമാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഉള്ളവരോടും അത് പാലിക്കാൻ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. അതായത് ഞങ്ങളിവിടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നു, ഇതേ കാര്യം അവിടെ ചെന്ന് അവരോട് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഉത്തരവിടുന്നു 4 കാര്യങ്ങൾ. അതുപോലെ തന്നെ അതായത് ചെയ്യണം എന്ന്, അതുപോലെ തന്നെ 4 കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളോട് വിലക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ആരാധനയ്ക്ക് അർഹനായി വേറെ ഒരു ഇലാഹില്ല അള്ളാഹു അല്ലാതെ എന്ന് സാക്ഷ്യം വഹിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈകൾ ചൂണ്ടി ഇഖാമസ് സ്വലാത്ത്, അതായത് സമയാസമയങ്ങളിൽ നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പ് പിടിക്കുക റമളാൻ മാസത്തിൽ. അതുപോലെ ഖുമുസ് 1/5 അല്ലെങ്കിൽ 20% യുദ്ധം മുതൽ നിന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ഉത്തരവിടുന്നത്. അതുപോലെ നിങ്ങളോട് വിരോധിക്കുന്ന 4 കാര്യങ്ങൾ അല്ലെങ്കിൽ നിരോധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അദ്ദുബ്ബാ ആകുന്നു, അൻ നഖീർ ആകുന്നു, അൽ ഹന്തമും അൽ മുസഫാത്ത്. ഇതൊക്കെ കള്ളുകുടിയന്മാരുടെ കാലത്ത് കള്ള് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ആയിരുന്നു. ഈ പാത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അതിനെ വിരോധിക്കുന്നു. ഇത് വാല്യം 1 53-ാമത്തെ ഹദീസിൽ, അതായത് നമ്മുടെ ഈ സീരീസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ട ഹദീസാണ്. സമയത്തു ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ യഖൂലു ഖദിമ വഫ്ദു അബ്ദിൽ ഖൈസി ഫഖാലു യാ റസൂലല്ലാഹ് ഇന്ന ഹാദൽ ഹയ്യ മിൻ റബിയാത ബൈനനാ വബൈനക കുഫാറു മുദർ ഫലസ്ന നസിലു ഇലൈക ഇലാ ഫി ഷഹ്റിൽ ഹറാമി ഫമുർന ബിഅംരിൻ നഖുദു ബിഹി വനദു ഇലൈഹി മിൻ വറാഅന ഖാല അംറുക്കും ബിഅർബഇൻ വഅൻഹാക്കും അൻ അർബഇൻ അൽ ഈമാനി ബില്ലാഹി ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖദ ബിയദിഹി വഇഖാമി സ്വലാത്തി വഇതാഇ സകാത്തി വസിയാമി റമളാന വഅൻ തുഅദ്ദുല്ലാഹ ഖുമുസ മാ അനിംതും വഅൻഹാക്കും അനിദ് ദുബ്ബാഇ വൻ നഖീരി വൽ ഹന്തമി വൽ മുസഫത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ചെലവിനുള്ള പൈസ അല്ലെങ്കിൽ ചെലവ് കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം. നഫഖത്തി നിസാഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ വഫാത്തിഹി. ഇതിന് മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, അദ്ദേഹം 4 ഉത്തരവുകൾ നിങ്ങൾ പാലിക്കണമെന്നും 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നുമാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും അദ്ദേഹം ഉത്തരവ് കൊടുത്തപ്പോൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഒന്നാമത്തെ ആവശ്യം, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല, ഒരു പുതിയ ഉത്തരവല്ല. അതുകൊണ്ട് അതിനെ എണ്ണിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു, ആ ഗോത്രം മുഴുവൻ. അപ്പോൾ അത് പറഞ്ഞെങ്കിലും അത് അവർക്ക് പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നിൽ വരുന്നില്ല. അതുകൊണ്ടാണ് 5ാമത്തെ കാര്യമായിട്ട് അത് വിട്ടു നിൽക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, എൻ്റെ അനന്തരാവകാശികൾ ഒരു ദിനാർ പോലും എടുക്കരുത്. അതായത് എൻ്റെ സമ്പത്തിൽ നിന്നും ഒന്നും എടുക്കരുത്. ഞാൻ എന്തൊക്കെയാണോ വിട്ടിട്ട് പോകുന്നത്, എൻ്റെ ഭാര്യമാരുടെ ചിലവിനുള്ള സമ്പത്തും എൻ്റെ പണിക്കാർ, അതായത് വീട്ടിലുള്ള വേലക്കാർ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ അടിമകൾ, അവരുടെ ചെലവിനുള്ളതും കഴിച്ചാൽ ബാക്കിയെല്ലാം സദഖയാകുന്നു. അത് എടുത്ത് ദാനമായി കൊടുക്കേണ്ടതാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യഖ്തസിമു വറസതി ദീനാറൻ മാ തറക്തു ബഅദ നഫഖതി നിസാഇ വ മഊനതി ആമിലി ഫഹുവ സദഖത്തുൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ജീവനുള്ള ഒരു മനുഷ്യന് തിന്നാവുന്ന ഒന്നും എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ സാധാരണ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും മോശമായ അല്ലെങ്കിൽ താഴെ നിലയിലുള്ള ഒരു ആഹാരം പോലും എൻ്റെ വീട്ടിലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇച്ചിരി ബാർലി ഏതോ ഒരു തട്ടിലോ അലമാരയിലോ ഇരിപ്പുണ്ടായിരുന്നു. അത് ഒരുപാട് നാളത്തേക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി അളന്ന് വെച്ചതായിരുന്നു. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് തീർന്നു പോയി. ആയിഷത്ത കാലത്ത് തൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഫി ബൈത്തി മിൻ ഷൈഇൻ യഅകുലുഹു ദു കബിദിൻ ഇല്ലാ ശത്ര ശഈരിൻ ഫി റഫിൽ ലി ഫഅകൽതു മിൻഹു ഹത്താ ത്വാല അലയ്യ ഫകിൽതുഹു ഫനിയ. അംർ ബിൻ ഹാരിസ് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളും ഒരു വെള്ള കോവർ കഴുതയും ഒരു തുണ്ട് ഭൂമിയും അത് സദഖയായി കൊടുത്തിരുന്നതായിരുന്നു. സമയത്തു അംറ ഇബ്നുൽ ഹാരിസി ഖാല മാ തറക നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ സ്വാലിഹഹു വ ബഖലതഹുൽ ബൈദാഅ വ അർദൻ തറക സദഖതൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിന്നെ അവരുടെ പേരുകളിൽ അവരുടെ വീടുകളെ വിളിച്ചിരുന്നത്, അതായത് ആയിഷയുടെ വീട് എന്നൊക്കെ പറയുന്നത്. അല്ലാഹു അസ്സ വജലിൻ്റെ വചനം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ താമസിക്കുക, അല്ലയോ പ്രവാചക പത്നിമാരെ, അതായത് അവരോടുള്ളൊരു ഉത്തരവാണ്. 33-ാമത്തെ സൂറത്ത് 33-ാമത്തെ ആയത്ത്. എന്നിട്ട് നിങ്ങൾ പ്രവാചകൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കരുത് അനുവാദം കിട്ടിയിട്ടല്ലാതെ. 33-ാമത്തെ സൂറത്ത് 53-ാമത്തെ ആയത്ത്. മാജാഅ ഫി ബുയൂത്തി അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ നുസിബ മിനൽ ബുയൂത്തി ഇലൈഹിന്ന വ ഖൗലില്ലാഹി അസ്സ വജല്ല വഖർന ഫീ ബുയൂതികുൻ. അൽ-അഹ്സാബ് 33. ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യി ഇല്ലാ അൻ. അൽ-അഹ്സാബ് 53. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായി കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോട് അനുവാദം ചോദിച്ചു അദ്ദേഹത്തിനെ എൻ്റെ വീട്ടിൽ കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട്. അവർ അനുവദിക്കുകയും ചെയ്തു. ഇതിലൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അന്നത്തെ ചികിത്സാ രീതികൾ അറിയാവുന്ന ഒരു ആളായിരുന്നു. അതായത് റുഖിയ, ഖുർആൻ ഓതിയിട്ടുള്ള ചികിത്സകൾ, പിന്നെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചികിത്സകളൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഡോക്ടർ എന്ന് പറയാവുന്ന ആളും കൂടി ആയിരുന്നു. അന്ന ആയിഷത്ത റളിയല്ലാഹു അൻഹ സൗജൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ലമ്മ സഖുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഅദന അസ്വാജഹു അൻ യുമറദ ഫി ബൈതി ഫഅദിന്ന ലഹു. ഇബ്നു അബി മുലൈക വിശദീകരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലാണ് മരിച്ചത്. അന്ന് എൻ്റെ ദിവസം ആയിരുന്നു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഭാര്യമാരുടെയും കൂടെ ഓരോ ദിവസമായിരുന്നു താമസിച്ചത്. അദ്ദേഹം എൻ്റെ നെഞ്ചിലേക്ക് ചാരി ഇരിക്കുകയായിരുന്നു, എൻ്റെ കഴുത്തിന് തൊട്ടടുത്തായിട്ട്, അതായത് നെഞ്ചിന് മുകളിലേക്ക് കഴുത്തിനോട് അടുത്ത്. അള്ളാഹു എൻ്റെ തുപ്പലവും അദ്ദേഹത്തിൻ്റെ തുപ്പലവും കൂട്ടി മുട്ടാൻ അനുവദിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു. ആയിഷ കൂട്ടിച്ചേർക്കുന്നു, അബ്ദുറഹ്മാൻ അവിടെ വന്നു, ഒരു മിസ്വാക്കും കൈപ്പിടിച്ചുകൊണ്ടാണ് വന്നത്, അതായത് പല്ല് തേക്കാനുള്ള കോല് അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര അവശതയിൽ ആയിരുന്നു. അപ്പം ഞാനത് മേടിച്ചു. അപ്പോൾ ഒരു സ്ഥലം കൊണ്ട് അബ്ദുറഹ്മാൻ പല്ല് തേക്കുന്നതാണെന്ന് വിചാരിക്കുക. ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആങ്ങളെയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണ്. അപ്പോൾ ഒരു സ്ഥലം അദ്ദേഹം ഉപയോഗിക്കുന്നതായിരിക്കും, മറ്റേ അറ്റം കടിച്ച് ചതച്ച് മൃദുവാക്കി എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പല്ല് അത് വെച്ച് വൃത്തിയാക്കി. അതായത് മരണത്തിന് തൊട്ട് മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണാൻ പോകുന്നു. അപ്പോൾ ആ സമയത്ത് പല്ല് തേച്ചിട്ടാണ് അവസാനത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ പല്ല് തേക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ എത്രമാത്രം മഹത്തായ കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്ത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമയത്ത് ഇബ്നു അബി മുലൈക്കത്ത കാലത്ത് ഇശത്തു റളിയല്ലാഹു അൻഹ തൂഫിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈതി വഫി നൗബത്തി വബൈന സഹരി വനഹരി വജ്മഅ അല്ലാഹു ബൈന റീഖി വരീഖിഹി. ഖാലത്ത് ദഖല അബ്ദുറഹ്മാൻ ബിസിവാക്കിൻ ഫദഅഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു ഫഅഖദ്തുഹു ഫമളഗ്തുഹു സുമ്മ സനിൻതുഹു ബിഹി. അപ്പോൾ ആ ബ്രഷിൻ്റെ മറ്റേറ്റം കടിച്ച് ചവച്ച് കൊടുത്തുകൊണ്ടാണ് തുപ്പലം കൂട്ടിച്ചേർന്നു എന്ന് പറഞ്ഞത്. സഫിയ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വന്നു. അദ്ദേഹം അപ്പോൾ ഇഅ്തികാഫിൽ ആയിരുന്നു.
പള്ളിയിൽ ഒറ്റയ്ക്ക് ഏകാന്തതയോടെ ഇരിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അത് പള്ളിയിലായിരുന്നു, റമളാനിലെ അവസാനത്തെ 10-ലായിരുന്നു. ഇതൊക്കെ നമ്മൾ റമളാനിൻ്റെ നോമ്പിൻ്റെ കിതാബിൽ കണ്ടിട്ടുണ്ട്. അവർ എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എഴുന്നേറ്റു അവരെ ഒപ്പം നടന്നു. എന്നിട്ട് അവർ പള്ളിയുടെ പുറകിലത്തെ വാതിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ, അതായത് ഉമ്മു സലമയുടെ വീടിൻ്റെ വാതിലാണത്, അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. 2 അൻസാരികളായ ആണുങ്ങൾ അതിൽ കൂടെ നടന്നുപോയി. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറഞ്ഞു. എന്നിട്ട് അവരങ്ങ് പോയി. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വിളിച്ച് പറഞ്ഞു, തിരക്ക് പിടിക്കല്ലേ, ഇത് എൻ്റെ ഭാര്യയാണ്. അവർ പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി, അതായത് അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നത് പോലെ. അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയല്ലേ? അപ്പോൾ അതായത് ഞാൻ പറയണത് എന്തിനാ, ഞങ്ങൾക്ക് സംശയം തോന്നുമോ എന്നുള്ള രീതിയിൽ. ഇത് രാത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പുറത്തു കൊണ്ടുപോയി വീടിൻ്റെ അകത്തേക്ക് വിടാൻ പോകുമ്പോൾ മറ്റുള്ളവർ കാണുവാണ്. റസൂലിനെ അവർക്ക് മനസ്സിലായി, ഭാര്യയെ മനസ്സിലാവില്ല, കാരണം പറതിട്ടിരിക്കുകയായിരിക്കും പുള്ള്. അപ്പോൾ അതുകൊണ്ട് വേറെ സ്ത്രീയൊന്നുമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂല് അവരോടിത് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, അതിന് പറയേണ്ട കാര്യമുണ്ടോ, താങ്കൾ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന്. അല്ലെങ്കിൽ സംശയാതീതനല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ മറുപടി അവർക്ക് മേൽ ഭയങ്കര ഭാരിച്ചതായിരുന്നു. എന്നുവെച്ചാൽ കട്ടിയായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാച് മനുഷ്യൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൽ രക്തം എങ്ങനെയാണോ ഓടി നടക്കുന്നത് അതുപോലെ. അതായത് പിശാച് ചാൻസ് നോക്കി നമ്മുടെ ഉള്ളിലും പുറത്തുമായി കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതാണ്. എനിക്ക് പേടി തോന്നി, നിങ്ങളിൽ പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ അവൻ ഇടുമോ എന്ന്, അതായത് പിശാച്, പൈശാചിക ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാലോ എന്ന് ഞാൻ പേടിച്ചു. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ആ പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് ചവച്ച് കൊടുത്തത് കൊണ്ടാണ് എൻ്റെ തുപ്പലവും റസൂലിൻ്റെ തുപ്പലവും കൂട്ടിച്ചേർന്നു എന്ന് പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായാൽ, അതായത് രാത്രിയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംശയം തോന്നാവുന്ന രീതിയിൽ നമ്മുടെ ഭാര്യമാരോടൊപ്പം അല്ലെങ്കിൽ ആരെങ്കിലോടൊപ്പം കണ്ടാൽ, അവിടെ കാണുന്നവർ നമ്മളെപ്പറ്റി അനാവശ്യം പറയാതിരിക്കണമെങ്കിൽ അത് വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. അന്ന സ്വഫിയ്യത സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബർതു അന്നഹ ജാഅത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തസൂറുഹു വഹുവ മുഅ്തകിഫുൻ വൽ മസ്ജിദി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ ثم قامت تنقلب فقام معها رسول الله صلى الله عليه وسلم حتى إذا بلغ قريبا من باب المسجد عند باب أم سلمة زوج النبي صلى الله عليه وسلم مر بهما رجلان من الأنصار فسلم على رسول الله صلى الله عليه وسلم ثم نفذا فقال لهما رسول الله صلى الله عليه وسلم على رسلكما قال سبحان الله رسول الله وكبر عليكما ذلك فقال رسول الله صلى الله عليه وسلم إن الشيطان يبلغ من الإنسان مبلغ الدم وإني خشيت أن يقذف ഫീ കുലൂബിക്കുമ ഷൈഅ. അതായത് നിങ്ങൾ ഇപ്പം അങ്ങ് പോവും, നാളെ നേരമുള്ളപ്പോൾ എന്നാലും ആരായിരുന്നു ആ സ്ത്രീ റസൂലിൻ്റെ അടുത്ത് നിന്നത് എന്നൊക്കെ തോന്നും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്വഫിയ്യ എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ പേരാണ്. അത് വെറും നമ്മൾ മലയാളത്തിൽ സഫിയ്യ എന്നാക്കരുത്, സ്വാദാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നു. ഹഫ്സായുടെ വീട്ടിൽ ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഖിബലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പുറം തിരിഞ്ഞിരിക്കുകയായിരുന്നു, ഷാമിലേക്ക് മുഖം തിരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. ആ വീടിൻ്റെ മുകളിലെങ്ങാണ്ട് കയറി നിന്നിട്ട് നമ്മളിത് കണ്ടിട്ടുണ്ട്. ഹറമിൻ്റെ പരിശുദ്ധിയുടെ സമയത്തൊക്കെ ആയിരിക്കും, അതായത് മക്ക മദീനയുടെ പ്രത്യേകതകളെ പറ്റി പറയുമ്പോൾ ആയിരിക്കണം. കാരണം മക്കയ്ക്ക് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന് എതിരെ തിരിഞ്ഞിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. പക്ഷെ അത് പറ്റും ഒരു മറ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ കക്കൂസൊക്കെ പണിയുമ്പോൾ ഭിത്തിയുണ്ട്, അതുകൊണ്ട് എങ്ങോട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നേ ഉള്ളൂ. പക്ഷെ റസൂല് ഷാമിന് തിരിഞ്ഞിരുന്ന് ഖിബലയിലേക്ക് പുറകുവശമായിട്ടിരുന്നാണ് മലമൂത്ര വിസർജനം ചെയ്ത്. പക്ഷേ അവിടെ വലിയൊരു മതിലും വീടും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ അത് വ്യക്തമായി കണ്ടതാണ്. عن عبد الله بن عمر رضي الله عنهما قال ارتقيت فوق بيت حفصة فرأيت النبي صلى الله عليه وسلم يقضي حاجته مستدبر القبلة مستقبل الشام
ഇതിൽ അടുത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഹഫ്സ എന്ന് പറഞ്ഞാൽ സായല സ്വാദാണ്, റസൂലിൻ്റെ ഭാര്യയുടെ പേരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നമസ്കരിക്കാറുണ്ടായിരുന്നു. വെയിൽ ഹുജ്റയിൽ, അതായത് അവരുടെ താമസ സ്ഥലത്ത് തിളങ്ങി നിൽക്കുമ്പോൾ. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വല്ല പൊത്തിക്കൂടിയോ അല്ലെങ്കിൽ ജനലിൽ കൂടിയോ എന്തെങ്കിലും വെയിൽ വെളിച്ചം വരുന്നുണ്ടാവും. അപ്പോൾ ആ മുറിയിൽ വെയിൽ ഉള്ളപ്പോൾ റസൂൽ അസ്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു. അന്ന ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിൽ അസ്റ വശംസു ലം തഖ്റുജ് മിൻ ഹുജ്റത്തിഹ. ഇവിടെയും സ്വാദ് ഒരു പ്രശ്നമാണ്. അസ്ർ എന്ന് പറഞ്ഞാൽ അസ്ർ നമസ്കാരം മലയാളത്തിലുള്ള സായല്ല, സ്വാദാണ് അസ്ർ. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.